ഈ ആഴ്ചയിലെ താരകത്തിന്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്മസിനോടനുബന്ധിച്ച് നാം ഒത്തിരി വിഭവങ്ങൾ വീട്ടിലുണ്ടാക്കാറുണ്ടല്ലേ? എന്നാൽ ഇത്തവണ ഒരു സ്പെഷ്യൽ വിഭവമാണ് താരകം നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അത് തയ്യാറാക്കുവാനായി ഒരാൾ ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ട്. പ്രമുഖ ഹോട്ടലിൽ 25 വർഷമായി ഷെഫായി സേവനം ചെയ്യുന്ന നമ്മുടെ ഇടവകക്കാരനും സർവോപരി എന്റെ പ്രിയ ഭർത്താവുമായ ശ്രീ ബിജു ആണ്. ബിജു ചേട്ടാ, സ്വാഗതം. ബിജു ചേട്ടാ, ഇന്ന് എന്താണ് നമ്മൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത്? താറാവ് കറിയില്ലാതെ ഇന്ന് ക്രിസ്മസ് ആഘോഷം. ഇന്ന് പച്ചക്കുരുമുളക് വെച്ച സ്പെഷ്യൽ താറാവ് കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബിജു ചേട്ടാ, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇതിന് വേണ്ടത്? 7 പേർക്ക് കഴിക്കാനുള്ള താറാവ് കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു 2 കിലോളം താറാവ് വറുത്തുണ്ട്, ഒരു 1/2 കിലോ സവാള, 2 തക്കാളി, 2 പച്ചമുളക് അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 സ്പൂൺ, പെരിഞ്ചീരകം പൊടിച്ചത്, ഗരം മസാല, മഞ്ഞൾപ്പൊടി 2 സ്പൂൺ, കാഷ്യൂ നട്ട് പേസ്റ്റ്, ഇതാണ് നമ്മൾ പച്ചക്കുരുമുളക് അരച്ചത്, വേപ്പില, തൈര്, തേങ്ങാപ്പാൽ, ഉപ്പ്, ഇത്രയുമാണ് നമുക്ക് ആവശ്യമായത്. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ചേട്ടാ, ആദ്യമായി എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ താറാവ് വേവിക്കാൻ വെക്കുകയാണ്. താറാവിലേക്ക് നമ്മൾ ആദ്യം കുരുമുളക് അരച്ചത് 1 സ്പൂൺ ആഡ് ചെയ്യുന്നു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, പെരിഞ്ചീരകം പൊടിച്ചത്, ഗരം മസാല, മഞ്ഞൾപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം താറാവ് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 2-ാം പാൽ ചേർത്ത് നമ്മൾ വേവിക്കാൻ വെക്കും. താറാവ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. താറാവ് ഒരു വേവുന്ന സമയത്ത് നമുക്ക് അതിനുള്ള ഗ്രേവിക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായി സവാള, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചക്കുരുമുളക് അരച്ചത് എന്നിവ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കും. പച്ചമുളക്, സവാള വാടി കഴിയുമ്പോൾ അല്പം ജിഞ്ചർ ക്രഷ് ചെയ്യാറ് ഇടട്ടെ. ചെറുതോളൂ, കുറച്ച് മതി മതി. സവാള വാട്ടാൻ ഇനി കുറച്ച് സമയം കൂടി എടുക്കുമല്ലോ. അതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ചേട്ടാ? ചേട്ടൻ ഈ കുക്കിങ്ങിനോട് എന്താണ് ഇത്ര ഇഷ്ടം തോന്നിയത്? എങ്ങനെയാണ് ഫീൽഡിലേക്ക് ചേട്ടൻ വന്നത്? എന്തെങ്കിലും ആരെങ്കിലും മോട്ടിവേഷൻ ഉണ്ടോ ചേട്ടൻ? എന്റെ ഗ്രാൻഡ് മദറാണ് എനിക്ക് പ്രചോദനം നൽകിയത്. അമ്മൂമ്മ നന്നായിട്ട് പാചകം ചെയ്യുമായിരുന്നു. അമ്മൂമ്മ താറാവ് കറി ഉണ്ടാക്കുന്ന സമയത്ത്, ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത് ഞാൻ പോയി നോക്കി നിൽക്കും. അപ്പോൾ മുതൽ എനിക്ക് താല്പര്യം തോന്നിയതാണ് പാചകത്തോട്. കുറച്ച് വേപ്പില നമുക്ക് ഇതിലേക്ക് ഇടാം. രണ്ട് തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുക. പച്ചക്കുരുമുളക് അരച്ചത് 1 സ്പൂൺ ആഡ് ചെയ്യും. ചേട്ടാ, ഇനി മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. അല്പം വെള്ളം ഇതിലേക്ക് ചേർക്കും. മതി. നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. താറാവ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് താറാവ് ഗ്രേവിയിലേക്ക് ചേർക്കാം. താറാവ് കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തേങ്ങാപ്പാൽ ചേർക്കാം. 1-ാം പാല് ചെറുതോ. ഇനി അല്പം കാഷ്യൂ നട്ട് പേസ്റ്റ് 2 സ്പൂൺ മതി. പുളി ആവശ്യമാണെങ്കിൽ അല്പം തൈര് ചേർക്കും. 1 സ്പൂൺ. നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഉഗ്രം താറാവ് കറിയാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. ഇനി രുചിച്ച് നോക്കിയാൽ മാത്രം മതി.
അങ്ങനെ സ്വാദിഷ്ടമായ പച്ചക്കുരുമുളക് വെച്ച താറാവ് കറി തയ്യാറായിരിക്കുകയാണ്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെ ക്രിസ്മസ് ആശംസകൾ.